എന്റെ പ്രവാസ ചെറുപ്പക്കാരാ, പാതിരാത്രിയിലെ തെറ്റിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നാട്ടിലെ ആവാസം നടത്തിയിട്ട് ചൊക്ലിയിലെ പെണ്ണിനെ കണ്ടിക്ക, മാഹിയിലെ പെണ്ണിനെ കണ്ടിക്ക, കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ വിളിക്കുമ്പോ അതിന് മറുപടി പറഞ്ഞ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലക്കാര് മറുപടി എടുക്കുമ്പോ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ചൊങ്കൊള്ള ആണുങ്ങളെ കാണണോ കണ്ണൂരേക്ക് വാ, എടാ പെണ്ണേ, എടി പെണ്ണേ, ചൊക്ലിയിലെ പെണ്ണിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് വിളിക്കുമ്പോ നീ കാണിച്ചു കൊടുക്കുന്ന നിന്റെ പച്ചമാംസമില്ലേ, ആ പച്ചമാംസത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? നീ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വ്യഭിചാരത്തിന്റെ കഥ പാടുമ്പോ, വ്യഭിചാരത്തിന്റെ ഈരടികൾ പാടുമ്പോ യഥാർത്ഥത്തിൽ മറുപടി കൊടുത്തവരും കൊടുക്കാത്തവരും വ്യഭിചാരത്തിന്റെ കഥയല്ലേ പറഞ്ഞത്? മാഹിയിലെ പെണ്ണിനെ കാണണോ ഇങ്ങോട്ട് വാ കാണിച്ചു തരാം, ആണിനെ കാണണോ ഇങ്ങോട്ട് വാ കാണിച്ചു തരാം. എടാ നീ കാണിച്ചു കൊടുക്കുന്നത് എന്തെന്നറിയോ? നീ കാണിച്ചു കൊടുക്കാൻ വെമ്പുന്നത് എന്തെന്നറിയോ? ഇതെവിടെയാ പോവുക? കബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് ഈ മാംസമെല്ലാം പെങ്ങളെ, കബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് ഈ മാംസമെല്ലാം പെങ്ങളെ. പൊന്നുമോളെ, കബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് മണ്ണിട്ട് മുടിയാല്, മരത്തിൽ കിടത്തിയിട്ട് മണ്ണിട്ട് മുടിയാല് 3 ദിവസം കണ്ട് അഴുകിപ്പോകുന്ന നിന്റെ പച്ചമാംസമല്ലേ? 3 ദിവസം കൊണ്ട് അഴുകിപ്പോകുന്ന നിന്റെ പച്ചമാംസമല്ലേ? ആ മാംസമല്ലേ കാണിക്കാൻ വിളിക്കുന്നത്? എവിടെ നിന്നാണ് ഈ സംസ്കാരം ഈ മുസ്ലിം ഉമ്മത്തിന് കിട്ടിയത്? അതുകൊണ്ട് വേണ്ട ചെറുപ്പക്കാരാ, അള്ളാഹു തന്ന ആയുസാണ്, അവൻ തന്ന സമ്പത്താണ്, അവൻ തന്ന ആരോഗ്യമാണ്. വേണ്ട പെങ്ങളെ, വേണ്ട ഈ ആവാസത്തിന്റെ തിരക്കര നമുക്ക് വേണ്ട, ഈ ആവാസത്തിന്റെ ചരിത്രത്തിന്റെ പുറകെ നമുക്ക് വേണ്ട. കുറെ സഹിതമാരെ നമ്മൾ ഇവിടെ സൃഷ്ടിക്കപ്പെടരുത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് കടന്നിട്ടുണ്ട്. എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല? റബ്ബേ, നാളെ മരിച്ചാൽ കൊണ്ടുപോയി വെക്കേണ്ടതല്ലേ? കബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഞാൻ പറയുന്ന പാട്ടുപാടി പഠിക്കണമെങ്കിൽ മാഹിയിലെ പെണ്ണിന്റെ പാട്ടല്ല, ചൊക്ലിയിലെ പെണ്ണിന്റെ പാട്ടല്ല, കണ്ണൂരിലെ പെണ്ണിന്റെ പാട്ടല്ല. മോനെ, നിനക്ക് ഞാൻ പാടിത്തരാം. ഇത് പാടിയാൽ കരയാത്തവരില്ല. ആ സമയത്ത് നീ ഇതൊന്ന് പാടി നോക്കുവോ? കബറിന്റെ ആഴം സ്നേഹിതാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പെരുങ്കല്ല് മുകളിൽ വെച്ചു മിൻഹാ തൊട്ട്, ഓതിയിട്ടു മണ്ണും ഇട്ട് സ്ഥലവും വീട്ട്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. എടമോനെ, 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന അവസ്ഥയൊന്നോർക്ക്. കവി ചോദിക്കുകയാ, ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇത്ര കുടുസായൊരു കുടി നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാ? അതിലല്ലേ മോളെ കിടക്കേണ്ടത്? താഴെയും മണ്ണ്, മേലെയും മണ്ണ്, ഇടത്തും മണ്ണ്, വലത്തും മണ്ണ്. എന്റെ മുകളിലേക്ക് മണ്ണിട്ട് മൂടി, എന്റെ മുകളിലേക്ക് മണ്ണിട്ട് മൂടി. ആരാ മണ്ണിട്ട് മൂടിയത്? പള്ളിയിലെ മൊല്ലാക്കയല്ല, പള്ളിയിലെ മുക്രിയല്ല, എന്റെ പള്ളിയിലെ ഖത്തീബല്ല, എന്റെ കവടത്ത് മണ്ണ് മാറിയിട്ടത്. ഒന്ന് ചിന്തിക്കും നിങ്ങൾ, ആരാ മണ്ണ് മാറിയിട്ടതാരാ? ദുനിയാ കേ മുസാഫിർ മൻസിൽ തെരി ഖബർ